ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് ഷോപ്പിംഗ് ആട്ടോ. ഇന്ന് ഞങ്ങൾ ഈവനിങ്ങിൽ ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. കാരണം പകല് നമുക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ജോലികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എല്ലാ സൺഡേ കിട്ടുമ്പോഴും നമ്മൾ പകലാണ് പോകാറ്. അപ്പം ഇന്ന് ഓർത്തു ഈവനിങ്ങിൽ പോയി ഷോപ്പിംഗ് ചെയ്യാമെന്ന്. അപ്പോൾ ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി കുറച്ച് സമയം. ഉച്ചവരെയൊക്കെ കുറേ ജോലികളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ക്ഷീണത്തിൽ ഉറങ്ങി. അങ്ങനെ ഈവനിങ്ങിലാട്ടോ ഷോപ്പിങ്ങിന് ഇറങ്ങണേ. ഈവനിങ്ങിൽ എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് ലേറ്റായി പോയി. പിന്നെ ഇപ്പം നമുക്ക് വിൻ്റർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു വന്നിരിക്കുന്ന ഒരു സമയമാണ്, സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുവിധം നമുക്ക് വിൻ്റർ ക്ലോത്ത്സ് കാര്യങ്ങളെല്ലാം പയ്യെ പുറത്തെടുക്കേണ്ട സമയമായിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. കാരണം എനിക്ക് കിച്ചൺ ഐറ്റംസ് കുറച്ച് വാങ്ങിക്കണം, ഗ്രോസറി ഐറ്റംസ് വാങ്ങിക്കണം. പിന്നെ ചേട്ടന് ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഫുൾ സ്ലീവ് ഷർട്ട് നോക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച അങ്ങനത്തെ ഒരു പ്ലാനിലാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. വേറെ വലിയ ഷോപ്പിംഗ് ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം ഇങ്ങനത്തെ കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കാമെന്ന് നോക്കാമെന്ന് വിചാരിച്ച് പോകുന്നതാണ്. കാലാവസ്ഥ ഇങ്ങനെ മാറി വരുന്ന സമയത്ത് നമുക്ക് തൊണ്ടയ്ക്കൊക്കെ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അത് പ്രത്യേകിച്ച് എനിക്കൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒച്ചയൊക്കെ ഇങ്ങനെ അടഞ്ഞ് നമുക്ക് ശബ്ദം നന്നായിട്ട് വരില്ല. അങ്ങനത്തെ ഒരു ഫീലിംഗ് കുറച്ച് ദിവസത്തേക്കൊക്കെ തോന്നാറുണ്ട്. ചില വർഷങ്ങളിലൊക്കെ അത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ മാർച്ചൊക്കെ ആവണം, ശരിക്കും വിൻ്റർ കഴിയണം, പിന്നെ ഓക്കെ ആവണമെങ്കിൽ. അങ്ങനെയൊക്കെ ചില വർഷം അത്രയ്ക്കും കുഴപ്പമില്ല. ഇതിപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എനിക്ക് ചെറുതായിട്ടുണ്ട് ഈ സമയത്ത് ഇങ്ങനെ ഒരു തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രോബ്ലം. അങ്ങനെ ഞങ്ങൾ ഇതാ ഷോപ്പിലെത്തി. അപ്പോൾ ആദ്യം തന്നെ ചേട്ടനുള്ള ഫുൾ സ്ലീവ് ഷർട്ട് നോക്കാമെന്ന് വിചാരിച്ച് പോകണം. അപ്പോൾ ചേട്ടന് ഇനി സ്കൂൾ യൂണിഫോം ആയാലും ഫുൾ സ്ലീവ് ഇടണമെങ്കിൽ അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് സ്വെറ്ററൊക്കെ ഇടാതെ ഒപ്പിക്കാം. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഫുൾ സ്ലീവ് ഷർട്ട് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ചേട്ടൻ. ചേട്ടൻ അങ്ങനെ ഇവിടെ ഇതാ ഫുൾ സ്ലീവ് ഷർട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് എനിക്ക് സ്വെറ്ററും ഒരെണ്ണം നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ തണുപ്പിൻ്റെ സ്റ്റാർട്ടിങ് സമയത്ത് ഇടാൻ പറ്റുന്ന ആ ടൈപ്പ് ഒരെണ്ണം സിമ്പിളായിട്ടുള്ള ഒരെണ്ണം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ചേട്ടൻ എന്താ 2 ഷർട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് ഒരു സ്വെറ്റർ എടുത്തു. അപ്പം അങ്ങനെ ഞങ്ങളുടെ ചെറിയ ഡ്രസ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ താഴത്തെ ഫ്ലോറിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് വേണം നമുക്ക് ഗ്രോസറി ഐറ്റംസ്, മസാല ഐറ്റംസ്, ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിക്കാനായിട്ട്. അപ്പം അങ്ങനെ ഞങ്ങളിതാ സൂപ്പർ മാർക്കറ്റിലേക്ക് താഴേക്ക് വന്നിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാ ട്രോളിയൊക്കെ ആയിട്ട് പോന്നിരിക്കുകയാണ്. അപ്പോൾ ബിസ്ക്കറ്റ്, മിച്ചർ അങ്ങനെയുള്ള ഐറ്റംസ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ ആദ്യം അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് വേണ്ട ഒരാഴ്ചത്തേക്ക് വേണ്ട ബിസ്ക്കറ്റ്, മിച്ചർ ഐറ്റംസ് അതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ കുക്കിംഗ് ഓയിൽ എടുക്കണം, അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബേൽപുരി നമുക്കിങ്ങനെ ചെറിയ 2 ബോക്സിലായിട്ട് കണ്ടു. അപ്പോൾ അങ്ങനെ ബേൽപുരി നമ്മൾ 2-3 ബോക്സ് അതെടുത്തിട്ടുണ്ട്. പിന്നെ ബ്രഷ്, പേസ്റ്റ് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ വാങ്ങി അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഈ അടുത്ത ഷോപ്പിങ്ങിനായിട്ട് പിന്നെയും നീങ്ങിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ എത്തിയപ്പോൾ നല്ല പ്ലാസ്റ്റിക് ബോക്സുകൾ കണ്ടു, നല്ല കണ്ടെയ്നറുകളാണ്. അപ്പോൾ അത് നമുക്ക് കിച്ചണിലെ യൂസിനും ഫ്രിഡ്ജിലെ യൂസിനും അല്ലെങ്കിൽ പ്ലാന്റ്സ് വെക്കാൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് പ്ലാന്റ്സ് ഇങ്ങനെ വെക്കണം എന്നുള്ളൊരു ഇങ്ങനത്തെ ബോക്സുകളിലും വെക്കാം. എല്ലാം അങ്ങനെ ചട്ടി തന്നെ വെക്കാതെ ചെടിച്ചട്ടികളിലാണ് കുറേ വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നമുക്കിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളിലായാലും വെക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഒരു സെറ്റ് എടുത്തിട്ടുണ്ട്. അത് നല്ല പല കളറിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു ഗ്രേ കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നീങ്ങിപ്പോ 3-in-1 ടിഫിൻ ബോക്സ് കണ്ടു. അപ്പൊ സ്റ്റീലിന്റെ ബോക്സുകൾ കേട്ടോ. അപ്പൊ ഇത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളെല്ലാം അൺബോക്സ് ചെയ്ത് കാണിക്കാം. അപ്പൊ ഞാൻ എടുത്ത് നോക്കിയപ്പോ നല്ല 2-3 ബോക്സുകൾ ഉണ്ടല്ലോ ഒരെണ്ണത്തിന് തന്നെ. അപ്പൊ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പൊ അങ്ങനെ ഞാൻ അത് വാങ്ങി. പിന്നെ ഗ്രോസറി ഐറ്റംസ് അങ്ങനെയൊക്കെ വാങ്ങി ഞങ്ങളിതാ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകണം കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിപ്പിക്കുന്നതിന് നല്ല ഇരുട്ടായി. അപ്പം എന്തായാലും ഇനിയിപ്പോൾ വേറെ കാര്യങ്ങൾക്കൊന്നും നിൽക്കുന്നില്ല, നേരെ ഇനി നമ്മൾ വീട്ടിലേക്ക്. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പം ഇന്ന് നമുക്ക് കുറച്ച് കിച്ചൺ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്തിരി വിൻ്റർ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. വിൻ്റർ ഷോപ്പിംഗ് ചെയ്യുന്നൊക്കെ വിചാരിച്ച് പോയത്, പക്ഷെ അത്രയ്ക്കൊന്നും നമ്മൾ ഉദ്ദേശിച്ച പോലെ അത്രയും കടകളിൽ ഇങ്ങനെ വന്നിട്ടില്ല. വന്ന് തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പോൾ തണുപ്പിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അധികം ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. വാങ്ങിച്ച ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ.
ഇത് എനിക്ക് തണുപ്പ് കാലത്തൊക്കെ ഇടാൻ വേണ്ടി സ്റ്റാർട്ടിങ് സമയത്ത് ഇടാൻ പറ്റിയ കനം കുറഞ്ഞ ഒരു ജാക്കറ്റാട്ടോ. അപ്പോൾ ഇതാ ഈ രീതിയിൽ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് ഫ്രണ്ടിൽ ചെയിൻ ആയിട്ടുള്ളത്, ബാക്കിൽ തൊപ്പിയുണ്ട്. നമുക്ക് ഡെയിലി സ്കൂളിലേക്കൊക്കെ പോകേണ്ടതല്ലേ, അപ്പോൾ ഇങ്ങനത്തെ ഒരു കളർ എടുത്തിട്ടുണ്ട്. ഒണിയൻ കളറാണത്. വീഡിയോയിൽ എങ്ങനെയാണ് വരണേന്ന് എനിക്കറിയില്ല. ഒണിയൻ കളറാട്ടോ. പിന്നെ ഇത് അടുത്ത് എടുത്തിരിക്കുന്നത് ചേട്ടന് വേണ്ടിയിട്ട് ഒരു ഫുൾ സ്ലീവ് ഷർട്ടാണ്. സ്കൂളിലെ യൂണിഫോമും കൂടെയാണ് ഈ കളറ്. അപ്പോൾ സ്കൂളിലേക്ക് ഉപയോഗിക്കാം, പുറത്തേക്ക് ഉപയോഗിക്കാം. ഫുൾ സ്ലീവാണ്. ഇനിയിപ്പോൾ തണുപ്പ് കാലമുള്ളൂ, അപ്പോൾ ഫുൾ സ്ലീവാണ് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ചേട്ടന് വേറെ ഒരു ഷർട്ടും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതും ഫുൾ സ്ലീവ് തന്നെയാട്ടോ. ഇതൊരു ലൈറ്റ് ബ്ലൂ കളറാണ്. ഇത് സ്കൂളിലേക്ക് വേണ്ടിയല്ല, പുറത്തേക്ക് യൂസിന് വേണ്ടിയിട്ട് അങ്ങനെ. ഇത് യൂണിഫോം ഒന്നല്ല കേട്ടോ, ജസ്റ്റ് അങ്ങനെ ഒരു ഷർട്ട് എടുത്തതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്ലോത്ത്സ് ആയിട്ട് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ അഞ്ജുന് വാങ്ങിച്ചിട്ടൊന്നുമില്ല. അഞ്ജുനെ കൊണ്ട് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു ദിവസം പോയി അഞ്ജുനുള്ള ചെറിയ ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഷോപ്പിലൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയതേ ഉള്ളൂ ഇപ്പോൾ വിൻ്റർ ക്ലോത്ത്സൊക്കെ. അപ്പോൾ കൂടുതലുള്ളത് സ്വെറ്ററുകളൊക്കെ. അപ്പോൾ സ്വെറ്ററുകൾ ഞങ്ങൾക്ക് ഇങ്ങനെ അധികം നോട്ടില്ല. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ചെയിൻ ടൈപ്പൊക്കെ ആണെങ്കിൽ ഇഷ്ടമാണ്, ഇടാനും നമുക്ക് ഊരി വയ്ക്കാനൊക്കെ എളുപ്പമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെയൊക്കെ നോക്കുന്നത്. ചേട്ടന് പിന്നെ വിൻ്റർ ക്ലോത്ത്സ് ഒന്നും നോക്കിയില്ല, ജസ്റ്റ് 2 ഫുൾ സ്ലീവ് ഷർട്ട് മാത്രം എടുത്തിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ 2-3 3-in-1 ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിൽ 1-2 പർപ്പസ് കണ്ടിട്ടാണ് വാങ്ങിയത്. എനിക്ക് പ്ലാന്റ്സ് ഒക്കെ വയ്ക്കാൻ ഇതുമേക്ക് നമുക്ക് പുറകിൽ ഇങ്ങനെ ഹോൾസൊക്കെ ഇടാനുള്ള പോയിൻ്റൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നല്ല ബോക്സാണ് ആനും. അപ്പോൾ നമുക്ക് പ്ലാന്റ്സിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം, അല്ല കിച്ചൺ പർപ്പസിന് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ 3 എണ്ണമാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് വിചാരിച്ചിരിക്കുന്നത് ഒരു 2 എണ്ണം എന്തായാലും പ്ലാന്റ്സ് ഒക്കെ വയ്ക്കാൻ എടുക്കാം, 1 എണ്ണം കിച്ചണിലേക്ക് എടുക്കാമെന്നാണ്. കാരണം കുറച്ച് പ്ലാന്റ്സ് ഞാനിങ്ങനെ അവിടെ ജസ്റ്റ് പോളിത്തീനിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അതിനെനിക്ക് അങ്ങനത്തെ ബോക്സിൽ എന്തെങ്കിലും ആക്കി വെക്കണം. അപ്പോൾ അതിനുള്ള ചട്ടി സെറ്റായിട്ടില്ല. അപ്പോൾ ഞാനോർത്തു ഇത് കണ്ടപ്പോഴേക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി ഇതിനകത്ത് വയ്ക്കാം. അപ്പോൾ അങ്ങനെ ഇത് റൈറ്റ്. പിന്നെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിരിക്കുന്ന ഒരു കിച്ചൺ ഐറ്റമാണ് ഇത്. നിങ്ങൾ കണ്ടല്ലോ വീഡിയോ ഞാൻ നോക്കുന്നതിൻ്റെയൊക്കെ. അപ്പോൾ ഇതവിടെ ഓപ്പൺ പീസ് കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാവുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ്, ഇതെന്തായാലും പൊട്ടിക്കാൻ ഞാൻ അവിടെ ഒരു പീസ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ തുറന്ന് നോക്കിയത്. ഇതിൻ്റെ ആകെയുള്ളൊരു ഫോൾട്ട് പോലെ എനിക്ക് തോന്നിയതെന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് പാത്രം കിട്ടിയിരിക്കുന്നത് സ്റ്റീലിൻ്റെ ഉണ്ട് കേട്ടോ. എന്താ പറയുക, സ്റ്റീലിൻ്റെ അടപ്പുള്ളതും ഉണ്ട്. പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് 3 പീസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫ്രിഡ്ജിനകത്തേക്കൊക്കെ നമുക്ക് പല സൈസിലുള്ള ടിഫിൻ ബോക്സ് ഒത്തിരി നല്ലതല്ലേ. നമുക്ക് പല സമയത്ത് ചിലപ്പോൾ കൂടുതൽ ഐറ്റം വയ്ക്കാനുണ്ടാവും, ചിലപ്പോൾ കുറവ് ഐറ്റം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ 3 പീസ് ഉണ്ട്. വലിയ റേറ്റ് ഇല്ല, എനിക്ക് റേറ്റ് നോർമലായിട്ട് തോന്നിയത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 399 രൂപ. അപ്പം 400 രൂപ എന്ന് കൂട്ടിക്കോ. 400 രൂപയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ 3 ബോക്സുകൾ വിത്ത് അടപ്പ്. ഇതിൻ്റെ ലിഡ് ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ഗുണമാണല്ലോ. അത് 3 സൈസാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഏത് വേണോ എടുത്ത് യൂസ് ചെയ്യാറ്. എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസിനോടൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെയൊക്കെ ഏരിയയ്ക്കാണ് കൂടുതൽ സമയം എൻ്റെ കണ്ണു പോവുക. അപ്പോൾ അങ്ങനത്തെയൊക്കെയാണ് ഞാൻ നോക്കിയെടുക്കുക. ബൗളോ ഗ്ലാസ്സോ കപ്പോ അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ടിഫിൻ ബോക്സുകളോ അങ്ങനത്തെയൊക്കെയാണ് എൻ്റെ കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ കിച്ചൺ ഐറ്റംസ് ആണ്, മസാല ഐറ്റംസ്, ഗ്രോസറി ഐറ്റംസ് അങ്ങനത്തെയൊക്കെ. പിന്നെ വാങ്ങിയത് എന്താ, പെയിൻറ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിരിക്കുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ 2 കളർ പെയിൻറ് വാങ്ങിയിട്ടുണ്ട്. ഇതെനിക്ക് ചെടിച്ചട്ടികൾക്കും അല്ലെങ്കിൽ നമുക്ക് ബോക്സുകൾക്കും അങ്ങനത്തെയൊക്കെ എൻ്റെ കുറച്ച് ഹോബികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഐറ്റംസുകളാണ്. ഓറഞ്ച് കളറും പിന്നെ മെറൂൺ കളറും വാങ്ങിച്ചിട്ടുണ്ട്. പെയിൻറ് 2 ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ റോളറാണ്. റോളർ നമുക്ക് പെയിൻറ് ചെയ്യാൻ എളുപ്പത്തിന് വേഗത്തിൽ ജോലി കഴിയും. വലിയ ഐറ്റം പെയിൻറ് ചെയ്യണമെങ്കിൽ നമുക്ക് അതെടുത്ത് യൂസ് ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ സാൻഡ് പേപ്പറാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക്, ചെടിച്ചട്ടിയുടെ വർക്കുകളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് ഒക്കെ ഒന്ന് ഉരച്ചൊന്ന് സ്മൂത്ത് ആക്കണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ ഞാൻ അതിൻ്റെ ഒപ്പം 2-3 ഡിഫറെൻറ്റ് ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്തത്. പിന്നെ ചെയ്തതെല്ലാം കിച്ചൺ ഷോപ്പിംഗ് ആണ്.
ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷങ്ങൾ. അപ്പോൾ ചെറിയ ഷോപ്പിംഗ് ആയിരുന്നു. പിന്നെ കിച്ചണിലേക്ക് വേണ്ടി ഓയിൽ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഓയിൽ, ആട്ട, പിന്നെന്താ ഗ്രോസറി ഐറ്റംസ് അങ്ങനത്തെയൊക്കെ. അപ്പോൾ അതൊക്കെ അതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ ഒട്ടും തന്നെ മറക്കരുത്. അപ്പോൾ നമുക്കിനി വേറെ വീഡിയോയുമായി വരാം. ബൈ ബൈ.